എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ചക്ര അനഹത ചക്ര. അനഹത ചക്ര എന്ന് പറയുന്നത് ഹാർട്ട് ചക്ര എന്നാണ് പറയുന്നത്. ഹാർട്ട് ചക്ര അത് നെഞ്ചത്തുള്ളതാണ്. അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ നടുക്കാണ്. ഈ ചെസ്റ്റ് റീജൻ്റെ നടുക്കുള്ളതാണ് ഹാർട്ട് ചക്ര, അനഹത ചക്ര. ഇംഗ്ലീഷിൽ അതിനെ ഹാർട്ട് ചക്ര എന്ന് പറയും. അപ്പം നമ്മൾ അതിനെ വിചാരിക്കേണ്ടത് ഈ നെഞ്ചത്ത് ഈ സെൻറ്റർ നടു ഭാഗത്ത്, നെഞ്ചത്തിൻ്റെ നടുഭാഗത്ത് ഉള്ള ചക്രനെ പുറയിലാണ് നമ്മൾ കാണേണ്ടത്. അതായത് നട്ടെല്ലിൻ്റെ പുറയിൽ ഇതേ പൊസിഷനിൽ പുറയിൽ നമ്മൾ രൂപീകരിക്കണം. ഓക്കെ, അതാണ് അനഹത ചക്ര. ഇപ്പം അനഹത ചക്രയുടെ പ്രോപ്പർട്ടീസ് യോഗിക് രീതിയിൽ പറയുവാണെങ്കിൽ അതിനെ ഒരു നല്ല ഒരു താമരയായിട്ടാണ് കാണുന്നത്. അതിൻ്റെ നിറം എന്ന് പറയുന്നത് പച്ചയാണ്. അതിൻ്റെ ഡെയ്റ്റി, ദൈവങ്ങൾ എന്ന് പറയുന്നത് ശിവനും പാർവതിയുമാണ്. ഓക്കെ, അതിൻ്റെ മന്ത്രം എന്ന് പറയുന്നത് യം, YAM, യം. അതാണ് അനഹത ചക്രത്തിൻ്റെ മന്ത്രം, ബീജമന്ത്രം. അതിൻ്റെ മന്ത്രം പിന്നെ അതിൻ്റെ അനഹത ചക്രയ്ക്ക് ഏത് പഞ്ചഭൂതത്തിനോടാണ് കൂടുതൽ അതിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അസോസിയേറ്റഡ് വിത്ത് എന്ന് പറഞ്ഞാൽ അതിനുള്ള സമീപനം ഏത് പഞ്ചഭൂതത്തിനോടാണ് എന്ന് ചോദിച്ചാൽ അത് കാറ്റ്, അതായത് വായു, നമ്മൾ ശ്വസിക്കുന്ന കാറ്റ് അല്ലെങ്കിൽ വായു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ നിറം എന്ന് പറയുന്നത് പച്ച നിറമാണ്, പച്ച നിറം. അപ്പം ഓരോ ചക്രമായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് വരുന്നു. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം എന്ന് പറയുന്നത് ലോവർ ചക്രാസ്. വീണ്ടും വീണ്ടും പറയുവാണ്, ലോവർ ചക്രാസ് എന്ന് വെച്ചാൽ അതിന് ആ 3 ചക്രാസിനെയും താന്ന രീതിയിൽ കാണരുത്. ഇപ്പം 3 ചക്രാസിനെ കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചപ്പം നമുക്ക് ഒന്നിനെയും താത്ത് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി കാണും. ഒവ്വൊന്നും നമ്മളുടെ ജീവാധാരത്തിന് വഴിവകുക്കുന്നതാണ്. ഓക്കെ, നമ്മളെ ജീവിക്കാൻ, നല്ല രീതിയിൽ ജീവിക്കാൻ സഹായിക്കുന്ന ചക്രങ്ങളാണ്. ഒന്നും നെഗറ്റീവായിട്ടുള്ള ചക്രങ്ങളല്ല. പക്ഷേ അതിനകത്തുള്ള എനർജി പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ വരുമ്പോഴാണ്, അതായത് കൂടിയും കുറഞ്ഞും വരുമ്പോഴാണ് നമുക്ക് വേറെ പല സ്വഭാവങ്ങൾ വെളിയിൽ വരുന്നത്. അല്ലാതെ ഒരു ചക്രയും മോശപ്പെട്ടതെന്നോ അല്ലെങ്കിൽ തരം താഴ്ന്നതെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ചക്രയും അതതിൻ്റെ രീതി നോക്കുമ്പം വളരെ പ്രാധാന്യം ഉള്ളതാണ്. അപ്പം ഈ 3 ലോവർ ചക്രാസ്, അതായത് നമ്മുടെ ബോഡിയിൽ താഴത്തെ ഭാഗത്തുള്ളതുകൊണ്ട് ലോവർ ചക്രാസ്. പിന്നെ മേളി 3 ചക്രങ്ങളുണ്ട്. അതായത് തൊണ്ടക്കുഴിയിലുള്ളത് വിശുദ്ധി, 2 പുരിയത്തിൻ്റെ സെൻറ്ററിൽ നെറ്റിയിലുള്ളത് ആജ്ഞ, പിന്നെ തല ഉച്ചിയിലുള്ളത് സഹസ്രാരം. ഈ 3 ചക്രാസിനെയുമാണ് ഹയർ ചക്രാസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഹയർ ലെവലിലുള്ളതുകൊണ്ട്. അപ്പം ഈ അനഹത ചക്ര എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ 3 ലോവർ ചക്രാസിനെയും 3 ഹയർ ചക്രാസിനെയും ഇണയ്ക്കുന്ന ഒരു പാലം. അപ്പോൾ എല്ലാ ചക്രാസും ഒന്നോടൊന്ന് കണക്റ്റഡ് ആണ്. പക്ഷേ ഈ അനഹത ചക്ര എന്ന് പറയുന്നതാണ് ഈ നെഞ്ച് ഭാഗത്തുള്ളത്. ഈ ചക്രയാണ് താഴത്തെ 3 ചക്രാസിനെയും മേളത്തെ 3 ചക്രാസിനെയും കണക്ട് ചെയ്യുന്ന ചക്രാസ്. അപ്പം ഇതിൽ ഈ അനഹത ചക്രയുടെ ഗുണങ്ങൾ എന്തുവാ, അതിൽ എനർജി കൂടിയാൽ എങ്ങനെ, കുറഞ്ഞാൽ എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം മെയിനായിട്ട്
ഈ അനാഹത ചക്ര ഡീൽസ് വിത്ത് റിലേഷൻഷിപ്സ്. റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഉള്ള ബന്ധം. അമ്മയ്ക്കും അച്ഛനും ഉള്ള ബന്ധം, ഭാര്യയും ഭർത്താവിനും ഉള്ള ബന്ധം, അച്ഛനും മക്കൾക്കും ഉള്ള ബന്ധം, അമ്മയ്ക്കും മക്കൾക്കും ഉള്ള ബന്ധം. റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ അതാ. അതായത് നമ്മുടെ കൂടപ്പുറപ്പുകളോടുള്ള ബന്ധം, കസിൻസോട്, നീസ്, നേവ്യൂ, അങ്കിൾ, ആൻറ്റ്, അതായത് മാമൻ, മാമി, വല്യച്ഛൻ, ചെറിയച്ഛൻ, ഇളയച്ഛൻ, അങ്ങനെ പല 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 റിലേഷൻഷിപ്സും ഉണ്ട് നമുക്ക്, ഇല്ല? നമ്മുടെ ഫാമിലിക്കകത്ത് തന്നെ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ട്. അപ്പം ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ അനാഹത ചക്രയുടെ റോൾ. അപ്പോൾ ഒറ്റ വാക്കി പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ അനാഹത ചക്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതിൻ്റെ, വളരെ പ്രാധാന്യമുള്ളതാന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം ആദ്യം നമ്മളുടെ സർവൈവലിനെ നേരെയാക്കി, അതിന് പിന്നെ നമ്മുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിനെ നേരെയാക്കി, അതിന് പിന്നെ കാശ്, പണം, ഈഗോ, പവർ, അങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാം റെഡിയാക്കി. ഇത് മൂന്നും ഒരാളിന് തികഞ്ഞു കിട്ടിയാൽ അടുത്തതായിട്ട് അവൻ ശ്രദ്ധിക്കേണ്ട ഘട്ടം എന്ന് പറയുന്നത് അവന് സ്വയം അവനോടുള്ള റിലേഷൻഷിപ്പും, അതായത് അവൻ അവനെക്കുറിച്ച് തന്നെ ഉള്ള എന്തോ വിചാരിക്കുന്നു, അവൻ അവനെ സ്വയം സ്നേഹിക്കുന്നുണ്ടോ, മര്യാദ കാണിക്കുന്നുണ്ടോ എന്നുള്ളത്. സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ്, ഇതൊക്കെയാണ്. അതുമാത്രമല്ല, അവൻ മറ്റവരുടെ കൂടെ, എല്ലാവരുടെ കൂടെയും, ഒരു കുടുംബത്തിലുള്ള എല്ലാവരുടെ കൂടെയും അവൻ എങ്ങനെ റിലേഷൻഷിപ്പിനെ നയിച്ചു കൊണ്ടുപോകുന്നു, ഓരോ ബന്ധത്തിനെയും എങ്ങനെ അവൻ നയിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ ചക്രയുടെ പ്രാധാന്യം. ഓക്കെ, അപ്പം ഈ ചക്രയുടെ നെഗറ്റീവ് ഗുണം എന്തുവാ? ഗ്രീഫ്. ഗ്രീഫ് എന്ന് വെച്ചാൽ ദുഃഖം. ഗ്രീഫ് എന്ന് വെച്ചാൽ സാധാരണ ദുഃഖമല്ല. നമ്മൾ ഇംഗ്ലീഷിൽ സാഡ്നെസ് എന്ന് പറയും. സാഡ്നെസ് എന്ന് പറഞ്ഞാൽ മനപ്രയാസം, ഏതോ ഒരു മനപ്രയാസം. ഇന്ന് നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നു, ഒരു എഴുത്ത് വരുമെന്നോ, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും കുറച്ച് പണം വരുമെന്നോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫോൺ കോൾ വരുന്നോ ഒന്ന് നമ്മൾ നോക്കിയിരിക്കും. അത് വന്നില്ലെങ്കിൽ അന്നൊരു ഡൾനെസ് ഇല്ലേ? അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം അത് സാഡ്നെസ്. ഈ ഗ്രീഫ് എന്ന് പറയുന്നത് സാധാരണ സാഡ്നെസ് അല്ല, അങ്ങേ അറ്റത്തെ ദുഃഖം, അതാണ് ഗ്രീഫ്. അപ്പോൾ അതിൻ്റെ അനാഹത ചക്രയുടെ അങ്ങേ അറ്റത്തെ നിലപാടാണ് നെഗറ്റീവായിട്ടുള്ളപ്പം അതിൻ്റെ ദുഃഖം. അതേസമയത്ത് പോസിറ്റീവായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിലപാടെന്ന് പറയുന്നത് ജോയ്. ജോയ് എന്ന് വെച്ചാൽ സന്തോഷം. ഓക്കെ, അത് രണ്ടും ഓപ്പോസിറ്റാണ്. ഓക്കെ, പോസിറ്റീവായിട്ടിരുന്നാൽ എങ്ങനെ, നെഗറ്റീവായിട്ടിരുന്നാൽ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ വേറൊരു കാര്യം, ഈ ഫസ്റ്റ് ചക്ര, സെക്കൻഡ് ചക്ര, തേർഡ് ചക്ര, ഈ 3 ചക്രാസും ബാലൻസ്ഡ് ആയിട്ടിരുന്നാൽ മാത്രമേ ഈ 4ാമത്തെ അനാഹത ചക്ര ബാലൻസ് ആവത്തുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്, എല്ലാ ചക്രാസിനെയും നമ്മൾ ഒന്നിച്ച് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതാണ് അതിൻ്റെ രീതി. പിന്നെ ഇതിൽ ഹാർട്ട് സ്പേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഹാർട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നേരത്തെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹെഡ് സ്പേസ്, ഹാർട്ട് സ്പേസ്. ഈ ഹാർട്ട് സ്പേസ് എന്ന് വെച്ചാൽ എന്തുവാന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സ് എന്ത് പറയുന്നു എന്നുള്ളതാണ്. ഹെഡ് സ്പേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈൻഡ് സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നത്. ഇപ്പം ഈ അനാഹത ചക്ര റിലേഷൻഷിപ്പിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് ഏത് സ്പേസാണ് വേണ്ടിയത്? കൂടുതലും നമുക്ക് വേണ്ടിയത് ഹാർട്ട് സ്പേസ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഐ ലവ് യു നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെ? ഹൃദയം നിറഞ്ഞ സ്നേഹം, അപ്പം നെഞ്ച് നിറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ അനാഹത ചക്ര നിറഞ്ഞിട്ടുള്ളതാണ് സ്നേഹം. അപ്പം ഈ റിലേഷൻഷിപ്പിൽ പ്രാധാന്യമായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് ഈ സ്നേഹം.
സ്നേഹമില്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പും നേരെ ചൊവ്വേ വരത്തില്ല. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ. അപ്പം ഇതിൽ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം, ഭയങ്കര കൺഫ്യൂഷനായിട്ടുണ്ട്, നല്ല ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹെഡ് സ്പേസിൽ നിന്ന് ഡിസിഷൻ എടുക്കാൻ പാടില്ല, ഹാർട്ട് സ്പേസിൽ നിന്ന് വേണം ഡിസിഷൻ എടുക്കാൻ. എന്നുവെച്ചാൽ ഇമോഷണലായിട്ട് അതിനെ ഫീലിങ്സോടുകൂടി കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ഒരു തീരുമാനത്തിൽ വരുമ്പം അത് കറക്റ്റായിരിക്കും. അതേസമയത്ത് ഈ മൈൻഡ് സ്പേസ്, ഹെഡ് സ്പേസ്, ഈ തലച്ചോറിൽ നിന്ന് ആലോചിച്ച് നമ്മൾ ചെയ്യുമ്പം അത് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തലയെ വേണ്ട, അല്ലെങ്കിൽ ഹെഡ് സ്പേസേ വേണ്ട, അങ്ങനെ നല്ല അർത്ഥം. നമ്മൾ വരും വരാഴികയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഹെഡ് സ്പേസ് വേണം. അതില്ലാതെ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഫൈനലായിട്ട് വരുമ്പോൾ ലോജിക്കാണോ അതോ മാജിക്കാണോ എന്നൊരു ചോദ്യം. ഈ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതെല്ലാം ലോജിക്ക്. ലോജിക്ക് എന്ന് വെച്ചാൽ 1+1 2, അത്രയേ ഉള്ളൂ. 1 1 2, അതാണ് ലോജിക്ക്. അതേസമയത്ത് മാജിക് എന്ന് പറഞ്ഞാൽ അവിടെ സ്നേഹമാണ് കൂടുതൽ. എവിടെ ഏതേത് ബന്ധങ്ങളിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നോ ആ ബന്ധങ്ങളെ മാത്രമേ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ ഒക്കത്തുള്ളൂ. ആണല്ലോ. അതാണ് ഈ ഹാർട്ട് സ്പേസിനും ഹെഡ് സ്പേസിനും ഉള്ള വ്യത്യാസം. ഇനിമേൽ ഞാൻ എപ്പം പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്താലും ഈ 2 വാക്കും ചിന്തിക്കണം. ഹെഡ് സ്പേസിൽ നിന്ന് വരും വരാഴികയെക്കുറിച്ച് നമുക്ക് ഒരു ലിസ്റ്റ് ഇടാം. ഇത് നല്ലത്, ഇത് ചെയ്താൽ ഇത് നല്ലത്, അത് നല്ലത്, അങ്ങനെയൊക്കെ ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാം. പക്ഷേ ശരിയായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നമ്മളുടെ ഹെഡ് സ്പേസിൽ നിന്നല്ല ഹാർട്ട് സ്പേസിൽ നിന്ന് വേണം തീരുമാനം എടുക്കാൻ. എന്നുവെച്ചാൽ ആ ഹാർട്ട് സ്പേസിലാണ് സോൾ നിറഞ്ഞിരിക്കുന്നത്. ആ സോൾ നമ്മുടെ ആത്മാവിൻ്റെ പോക്കിൽ പോകുന്നതായിരിക്കും നല്ലത്. അത് അങ്ങനെ വരുമ്പം നമുക്ക് ഈ നെഗറ്റീവ് കർമാസ് നമ്മളെ വന്ന് പിടിക്കത്തില്ല. മനസ്സിലായോ? അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അനാഹത ചക്രം എന്ന് പറയുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊക്കെയാണ്. ഇതിൽ ഇപ്പം ഈ അനാഹത ചക്രയിൽ എനർജി കുറവാണെങ്കിൽ അവർക്ക് എന്തൊക്കെ കാണും? തലമൂത്ത അഹങ്കാരം, ഈഗോ, ഈ ചില ഗുണങ്ങളൊക്കെ നമുക്കേ അറിയാം. ഇതൊക്കെ ഉള്ളപ്പം അവിടെ അവർക്ക് സ്നേഹത്തിന് പ്രാധാന്യം ഇല്ല. അഹങ്കാരം, ഞാനാ വലിയവൻ, ഞാൻ പറയുന്നതേ കേൾക്കാവൂ, ഞാൻ പറയുന്നതേ ചെയ്യാവൂ എന്ന് പറയുമ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്നു അടുത്ത ആളിൻ്റെ ഫീലിങ്സിനെ കുറിച്ച് ഇയാൾക്ക് യാതൊരു മൈൻഡുമില്ല. അപ്പോൾ അവിടെ സ്നേഹമില്ല. അതുകൊണ്ടാണല്ലോ അങ്ങനെ പെരുമാറുന്നത്, അതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. അപ്പം ഭയങ്കര പൊസസീവായിരിക്കും, കോ ഡിപ്പെൻഡൻസ് ആയിരിക്കും. കോ ഡിപ്പെൻഡൻസ് എന്ന് വെച്ചാലേ അനാഹത ചക്രയിൽ എനർജി ശരിയായിട്ട് ബാലൻസ്ഡ് ആയിട്ടില്ലാത്തത് കൊണ്ടാണ് ഈ കോ ഡിപ്പെൻഡൻസ് ഒക്കെ വരുന്നത്. അതായത് ചില വീടുകളിലുണ്ട്, ഭാര്യ നന്നായിട്ട് പഠിച്ചിരിക്കും, വീട്ടുകാര്യവും നോക്കും, വെളിയിലും പോകും, നല്ല പോസ്റ്റായിരിക്കും, നല്ല സമ്പാദിച്ചുകൊണ്ട് വരും. ഹസ്ബൻഡ് ഉണ്ടല്ലോ വീട്ടിലേ ഇരിക്കും, ജോലിക്ക് പോകത്തില്ല. അവൾ കൊണ്ടുവരുന്നല്ലോ, അത് മതി. അപ്പോൾ അതിൻ്റെ പേരാണ് കോ ഡിപ്പെൻഡൻസ്. ഇപ്പം നേരെ ചൊവ്വേ ഒരുപാട് വീടുകളിൽ നോക്കിയാൽ പെണ്ണുങ്ങളാണ് അങ്ങനെ. പക്ഷേ ഇക്കാലത്ത് പെണ്ണുങ്ങളും അങ്ങനെയൊന്നും വീട്ടിൽ ഇരിക്കാറില്ല. പെണ്ണുങ്ങൾ ഹസ്ബൻഡ് കൊണ്ടുവരുന്ന കാശ് നോക്കിയിരിക്കാറില്ല. അവർക്കും നല്ല പഠിത്തമുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല പൊസിഷനും അന്തസ്സും ഉണ്ട്, അവർ നല്ല കാശ് സമ്പാദിക്കുന്നുണ്ട്. അപ്പം പോയ തലമുറ വരെ ഉള്ള സീനല്ല ഇപ്പം ഈ തലമുറയിൽ. ഇപ്പം പിള്ളേരൊക്കെ ഭയങ്കര സ്മാർട്ടായി. പക്ഷേ ഈ ഭയങ്കര സ്മാർട്ടായിരുന്നാൽ കൂടെ തെറ്റില്ല. ഈ അനാവശ്യമായിട്ടുള്ള ഓവർ സ്മാർട്ടാകുമ്പോഴാണ് ഈ റിലേഷൻഷിപ്പിൽ കീറൽ വീഴുന്നത്.
ഇപ്പോൾ ഒരു കണ്ണാടിയിൽ ഒരു ഒരു ചെറിയ കീറൽ വീണാലും ഒന്നൊന്ന് ഒരു ലൈന് വീണാലും അതിന് പിന്നെ അതിനെ നമുക്ക് മുഖം നോക്കാൻ ഉപയോഗിക്കരുത്. എല്ലാവരുടെ വീട്ടിലും അത് പറയാറുണ്ട്. പൊട്ടിയ കണ്ണാടി അല്ലെങ്കിൽ ഒരു ചെറിയ ലൈന് വീണാലും ഒരു ചെറിയ കീറൽ വീണാലും ചെറിയ പൊട്ടലുണ്ടെങ്കിലും അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിക്കരുത്, ഉപയോഗിക്കാൻ കൊള്ളരുത്. അപ്പം ഇങ്ങനൊക്കെ ഒരു ചെറിയ പൊട്ടൽ പോലും വരാതെ നമുക്ക് ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ 2 വ്യക്തികൾ അവരവരുടെ ഇൻഡിവിജ്വൽ അഭിപ്രായങ്ങൾ കാണും. ഓരോരുത്തരും വളർന്നു വന്ന സാഹചര്യം വേറെ, ഫാമിലി സെറ്റപ്പ് വേറെ, പഠിത്തം വേറെ. അപ്പം ഇപ്പം മെയിനായിട്ട് ഞാൻ പറയുന്നത് ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്നെടുത്താൽ 2 പേരും വ്യത്യസ്തമായിട്ടുള്ള സർക്കംസ്റ്റൻസ് സാഹചര്യത്തിൽ നിന്നാണ് വളർന്നു വന്നിരിക്കുന്നത്. ഇപ്പം കല്യാണം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് അവർ ഒന്നിച്ച് ജീവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിട്ടുകൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. പിന്നെ ഞാൻ എപ്പോഴും പറയും, എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയും, എനിക്കറിയാവുന്നവരുടെ അടുത്തെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, ഈ ഭാര്യയും ഭർത്താവിൻ്റെയും ബന്ധത്തിലാണെങ്കിലും എല്ലാവരും പറയുന്ന എന്തുവാണോ, ഭാര്യയും ഭർത്താവും ബന്ധം നന്നായിട്ട് നിലച്ച് പോകണം. നമ്മൾ എത്രയോ പേരെ കാണുന്നു, കപ്പിൾസ് 50 വർഷം ഒന്നിച്ച് ജീവിച്ചു, 50th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു, 60th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു, 30 വർഷം 40 വർഷം ചേർന്ന് ജീവിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും നല്ല ഒരു സുഖമാണ് നമ്മുടെ മനസ്സിന്, നമ്മുടെ ഹാർട്ട് സ്പേസിന് ഒരു സുഖകരമായിട്ടുള്ള കാര്യമാണ്. എനിക്കെപ്പോഴും അങ്ങനെ നല്ല 2 പേരും നല്ല വെളുവെളുവെളുന്ന് നരച്ച തലമുടിയോടെ 2 പേരും വയ്യാത്ത കാലത്ത് ഒന്നിച്ച് കയ്യും പിടിച്ചോണ്ട് എനിക്ക് നീ നിനക്ക് ഞാൻ എന്നുള്ള രീതിയിൽ അമ്പലങ്ങളിൽ അവിടെ ഇവിടെ കല്യാണത്തിന് അവിടെ ഇവിടെയൊക്കെ വരുമ്പോൾ ഞാൻ അവരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും വെച്ചാൽ കണ്ണ് വയ്ക്കുന്നതല്ല, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതല്ല. അയ്യോ അവർ അങ്ങനെ, ഞാൻ നെഗറ്റീവായിട്ട് യാതൊന്നിനെയും ഞാൻ ചിന്തിക്കാറില്ല. പക്ഷേ അത് കാണുമ്പോൾ ഒരു മനസ്സിനൊരു സുഖം. എത്ര അഡ്ജസ്റ്റ്മെൻ്റ് അവർ തമ്മിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, എത്ര ഇണക്കം, എത്ര ഐക്യമുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ പോകാൻ പറ്റും. അതിൽ ചിലപ്പം ഒരാളായിരിക്കും കൂടുതൽ വിട്ടുകൊടുക്കുന്നത്, ഒരാളായിരിക്കും കൂടുതൽ ഡോമിനേറ്റിംഗ് ആയിട്ട് പോകുന്നത്. എന്നാലും ആ വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് ധരണം ചെയ്ത് മക്കളെ പെറ്റ് വളർത്ത് അവരെയൊക്കെ ആളാക്കി ഇത്രയും കാലം ഒന്നിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അവർക്കൊക്കെ അവാർഡ് കൊടുക്കണം. എന്നുവെച്ചാൽ ഇക്കാലത്തെ പെൺപിള്ളേർക്കും ആൺപിള്ളേർക്കും ശരി, 1 വർഷം ജീവിക്കണ്ട, മതിയായി, ഫാമിലി കോർട്ടിൽ എപ്പം പോകാമെന്നാണ് നോക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് വലിയ പ്രോബ്ലം. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത കൊണ്ടാണ് ഈ ഡൈവേഴ്സിലൊക്കെ പോയി നിൽക്കുന്നത്. ചില കേസുകളുണ്ട്, ഡൈവേഴ്സിന് പോലും പോകത്തില്ല, വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ മറ്റവരുടെ തല തിന്ന് അവർ ജീവിക്കും. അതിലൊരു സുഖമുണ്ട് അവർക്ക്. അതാണ് സാഡിസം എന്ന് പറയുന്നത്. ചിലർക്ക് ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മണിക്കൂറുകൾ സംസാരിക്കാം. എന്നുവെച്ചാൽ ഓരോ വീട്ടിലും ഒരു കഥയാണ്, ഓരോ വ്യക്തിക്കും ഒരു കഥയുണ്ട്. എല്ലാവർക്കും ഒരുപോലത്തെ ജീവിതം കിട്ടത്തില്ല. അതൊക്കെ നമ്മൾ ചെയ്ത കർമ്മ ഫലം കൊണ്ടാണ്, നമ്മൾ ചെയ്ത പോസിറ്റീവ് നെഗറ്റീവ് കർമ്മക്കൾ കൊണ്ട് തന്നെയാണ്. എന്നാലും നമ്മൾ വേറൊരു കാര്യം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, അത് ലൈഫ് പാർട്ട്ണറുടെ കാര്യത്തിൽ കൂടുതലും നമ്മളാണ് ഇങ്ങനത്തെ ലൈഫ് പാർട്ട്ണർ എനിക്ക് മതി എന്ന് പറഞ്ഞ് തീരുമാനിച്ച് വന്നത്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടുന്നത്. എന്നാലും പ്രാക്ടിക്കലായിട്ട് സോൾ പ്ലാനിങ്, സോളിൻ്റെ സമയത്ത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നു, ഒരു വേഗത്തിൽ നമ്മൾ ചെയ്യുന്നു. ഇത്രയും നെഗറ്റീവ് കർമ്മ ഉണ്ട്, എൻ്റെ സഞ്ചിത കർമ്മ ഭയങ്കര ഭാരം, അതുകൊണ്ട് ഇതെല്ലാം ഒട്ടുമൊത്തമായിട്ട് തീർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്രൂരമായ ഒരു ഹസ്ബൻഡ് മതി, ഞാൻ എങ്ങനെയെങ്കിലും അവൻ്റെ കൂടെ ജീവിച്ച് എൻ്റെ മാക്സിമം നെഗറ്റീവ് കർമാവിനെ തീർക്കാൻ നോക്കാം എന്നുള്ള ഒരു ആവേശത്തിലായിരിക്കും നമ്മളുടെ സോൾ പ്ലാനിങ് അപ്പം നടന്നത്.
പക്ഷേ പ്രാക്ടിക്കലായിട്ട് ഈ ഭൂലോകത്ത് വന്ന് ജനിച്ച് വളർന്ന് ഒരാണിൻ്റെ കൂടെയോ ഒരു പെണ്ണിൻ്റെ കൂടെയോ ഇങ്ങനെ ജീവിക്കുമ്പം ഞാൻ ഒരാളെ മാത്രം കുറ്റം പറയത്തില്ല, രണ്ട് സൈഡും ഈക്വലായിട്ടാണ് ഞാൻ പറയുന്നത്. വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലെങ്കിൽ. അതുമാത്രമല്ല, ഞാൻ എപ്പോഴും പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ രണ്ട് കാര്യം വേണം. ആരെടുത്ത് പൊതുവെ നിങ്ങൾ ചോദിച്ചു നോക്കണം, സ്നേഹം വേണം, സ്നേഹം വേണം, സ്നേഹം വേണം. അഫ്കോഴ്സ് സത്യം തന്നെയാണ്, സ്നേഹം വേണം. സ്നേഹമില്ലാത്ത ഒരു ബന്ധവും നിലച്ച് നിൽക്കാൻ പോകുന്നില്ല. പക്ഷേ സ്നേഹത്തിന് പുറമേ അവിടെ റെസ്പെക്റ്റും വേണം. മര്യാദ മര്യാദ എന്ന് പറഞ്ഞാൽ ഇപ്പം ഭാര്യയെ വരുമ്പം ഭർത്താവ് എണ്ണിച്ച് നിൽക്കണമെന്നോ, അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിൽ കയറി വരുമ്പോൾ ഭാര്യ എണ്ണിച്ച് നിൽക്കണമെന്നോ, അങ്ങനത്തെ മര്യാദയില്ല. അതൊക്കെ വെളിയിൽ നമ്മൾ സുപ്പീരിയേഴ്സിനോട് കാണിക്കുന്ന മര്യാദ, അതൊക്കെ വേറെ. വീട്ടിനകത്ത് അങ്ങനത്തെ മര്യാദയല്ല ഞാൻ നോക്കുന്നത്. ഞാൻ പറയുന്നത് ഒരാണാണെങ്കിൽ പെണ്ണിൻ്റെ മനസ്സിൻ്റെ ഫീലിങ്സിന് റെസ്പെക്റ്റ് കൊടുക്കണം. അതേപോലെ പെണ്ണാണെങ്കിലും ഒരു ഭാര്യയാണെങ്കിലും ഹസ്ബൻഡിൻ്റെ ഫീലിങ്സിന് റെസ്പെക്റ്റ് കൊടുക്കണം. വെറുതെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹിച്ചില്ലെങ്കിലും സാരമില്ല. ആ ഫീലിങ്സ്, മനസ്സിൽ കിടന്ന് ഓടുന്ന ഫീലിങ്സിന് എപ്പം നമ്മൾ വില കൊടുക്കുന്നോ, വില കൽപ്പിക്കുന്നോ, അന്നേ ആ ബന്ധം നന്നായി വരത്തുള്ളൂ. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 3 മാസത്തെ കല്യാണം, 2 കിലോ സ്വർണം, വലിയ വീട്, ബംഗ്ലോ, 2 കാറ് എല്ലാം കൊടുത്തായിരിക്കും കെട്ടിച്ചു വിടുന്നത്. പക്ഷേ അവർ തമ്മിൽ 3 മാസം പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് പറ്റാത്തതിന് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതാണ്. അപ്പോൾ ഫീലിങ്സിനെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അവിടെ സ്നേഹം വേണം. കാര്യമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം വേണം. സ്നേഹമാണ് ഒരു പശ, ഒരു ഗ്ലൂ. ആ പശയില്ലെങ്കിൽ 2 ഓട്ടത്തില്ല. സ്നേഹം വേണം. സ്നേഹത്തിന് പുറമേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ വാക്കുവാദം വരുന്നത്, ആർഗ്യുമെൻ്റ് വരുന്നത്, പല പല പ്രാവശ്യം ഇങ്ങനെ ആർഗ്യുമെൻ്റ് വരുമ്പോഴായിരിക്കും മനസ്സിൻ്റെ ഒരു കശപ്പ് വരുന്നത്. ഈ ഹണിമൂണൊക്കെ പോയിട്ട് അടിച്ച് പൊളിച്ചിട്ട് വന്ന് വീട്ടിൽ കയറുമ്പോഴായിരിക്കും തുടങ്ങുന്നത്. അത് തുടങ്ങി മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ബോറടിക്കാൻ തുടങ്ങും. ബോറടിക്കുന്ന മാത്രമല്ല, ഒരു വെറുപ്പ്. എന്നുവെച്ചാൽ ഇക്കാലത്ത് പിള്ളേർക്ക് ടോളറൻസ് ഇല്ല, സഹനശക്തിയില്ല. അതുമാത്രമല്ല, എല്ലാവരും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു വിചാരം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു റെസ്പെക്റ്റ് വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാ. ഇപ്പം ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ അവളുടെ ഭാഗത്തുനിന്ന് നമ്മൾ നിന്ന് അതിനെ മനസ്സിലാക്കണം. അതേമാതിരി ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നും ഇത് പറയുന്നത് ശരിയാണ് എന്ന് ഒന്ന് പറഞ്ഞ് അതിനെ മനസ്സിലാക്കാനുള്ള ശക്തി വേണം. അതാണ് ഹാർട്ട് സ്പേസ്, വേറൊന്നുമല്ല. അതാണ് ഹാർട്ട് സ്പേസ്. നിങ്ങൾ ബുദ്ധി കൊണ്ട് ഹെഡ് സ്പേസ് വെച്ച് ചിന്തിച്ചാൽ അവിടെ സ്നേഹത്തിനെ പുലർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല, ബന്ധങ്ങളെ പുലർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഹാർട്ട് സ്പേസിൽ നിന്ന് ചിന്തിച്ചാൽ മാത്രമേ ആ ബന്ധം നിലച്ച് നിൽക്കത്തുള്ളൂ. അപ്പം അതിന് അനാഹത ചക്ര ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കണം. വെരി വെരി സിമ്പിൾ ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതില്ലെങ്കിൽ നമ്മൾക്ക് പറ്റില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു ചെറിയ വഴക്കുണ്ടായാൽ കൂടെ അത് തികട്ടി വരും. അപ്പം ചില വീടുകളിൽ സദാസർവകാലവും വഴക്ക്, മാസക്കണക്കായിട്ടും മിണ്ടാതിരിക്കുന്നു. ഇത് ഞാൻ പറയുന്നത് മെയിനായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ കാര്യത്തിലാണ്. ഹസ്ബൻഡിന് വൈഫിൻ്റെ പുറത്ത് ഒരു സ്നേഹമില്ല, മര്യാദയില്ല, അവൾ നമ്മുടെ സഹധർമ്മിണിയാന്നുള്ള വിചാരമില്ല, കണ്ടമാനം ചീത്ത പറയുക, ചീത്ത വർത്താനങ്ങൾ ഉപയോഗിക്കുക, കുത്തിക്കാണിക്കുക, ഭാര്യയുടെ അമ്മയും അച്ഛനെയും ബന്ധുക്കളെയെല്ലാം വിളിച്ച് കുറ്റം പറയുക വെച്ചാൽ അവരെ എല്ലാം താത്തുകെട്ടി സംസാരിക്കുക. നീ കൊണ്ടുവരുന്ന കാശൊന്നും വലുതല്ല, നീ ആരും അല്ല എന്നുള്ളതിൽ താത്തുകെട്ടി സംസാരിക്കുന്നത്, അത് അടിക്കുന്നത്,
വാക്കുകൾ കൊണ്ട് ഹിംസ ചെയ്യുന്നത്. ഹിംസ എന്ന് വെച്ചാൽ അങ്ങേയറ്റം അഹിംസയ്ക്ക് ഓപ്പോസിറ്റാണ് ഹിംസ. അതായത് മനസ്സുകൊണ്ട് വേദനിപ്പിക്കുന്നത്. ഇതൊക്കെ ഒരുപാട് കുടുംബങ്ങളിൽ ഉണ്ട്. ഒരുപാട് ഫാമിലീസിൽ ഇത് നടക്കുന്നുണ്ട് ഇപ്പോഴും. അതായത് എത്ര പഠിച്ചാലും ശരി, എത്ര കാശും എത്ര പണം ഉണ്ടെങ്കിലും ശരി, ഈ ഹാർട്ട് സ്പേസിൽ നിന്ന് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ ഒരു ബന്ധവും നിലച്ച് നിൽക്കാൻ പോകുന്നില്ല. അപ്പം നമ്മളുടെ അനാഹത ചക്ര എത്ര നന്നായിട്ട് ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ അനാഹത ചക്ര ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കണമെങ്കിൽ അതിൽ വേണ്ടിയത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം. ഇത് മൂന്നും ബാലൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അനാഹത ചക്ര ബാലൻസ്ഡ് ആയിട്ടിരിക്കത്തുള്ളൂ. ഓക്കെ. അപ്പം ഇതിന് വേറൊരു കാര്യം, ഈ സ്നേഹമില്ല, റെസ്പെക്റ്റ് ഇല്ല. ഇനിയൊരു മുഖ്യമായിട്ടുള്ള കാര്യം, ഈഗോ. ഞാൻ വലുതാ, നീ വലുതാ. ഇന്നലത്തെ ചക്രയിൽ തന്നെ നമ്മൾ ഈഗോയിനെ കുറിച്ച് നോക്കി. ഈഗോ നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ ഈഗോ വേണം. ഈഗോ വേണമെന്ന് വെച്ചാൽ അഹങ്കാരം എന്നുള്ള രീതിയിലല്ല, ഞാൻ ഇന്നാരാണ്, എനിക്ക് ഈ കുടുംബത്തിൽ ഈ റോളുണ്ട്. അത് കൂടുതലും ഈഗോ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരു റെസ്പോൺസിബിലിറ്റി. ആ ഈഗോ കൊണ്ട് വരുന്ന റെസ്പോൺസിബിലിറ്റി. ഞാൻ ഈ വീട്ടിലെ നായകനാണ്, അല്ലെങ്കിൽ ഈ വീട്ടിലെ നായികയാണ്, അപ്പം എനിക്ക് ഇന്ന് കുറേ ചുമതലകളുണ്ട്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നേരെ ചൊവ്വേ ചെയ്യണം. അത് പോസിറ്റീവായിട്ടുള്ള ഈഗോ. ആ ഈഗോ ആ ലെവലിൽ ഇരിക്കുന്നവരെ കൊള്ളാം. അത് കവിഞ്ഞ് അങ്ങേറ്റത്ത് ഞാനാണ് ഈ വീട്ടിലെ നായകൻ, ഞാൻ പറയുന്നതേ കേൾക്കാവൂ, അല്ലെങ്കിൽ ഞാനാണ് സമ്പാദിക്കുന്നത്, ഞാനാണ് പഠിച്ചത്, അല്ലെങ്കിൽ ഭർത്താവിനെക്കാട്ടിലും ഞാൻ കൂടുതൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ കൂടുതൽ പണം സമ്പാദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി, അവിടെ കാണും മൂലയ്ക്ക് ഇരുന്നാൽ മതി എന്നൊക്കെ പറയുന്ന അളവിന് ഈഗോ കയറിയാൽ പിന്നെ അത് ശരിയാവത്തില്ല. അപ്പം ഈഗോ എന്ന് പറയുമ്പം ഒരു ഐഡൻറ്റിഫിക്കേഷൻ. എൻ്റെ റോൾ ഇതാണ്, ഓഫീസിൽ പോയാലും ശരി, വീട്ടിൽ പോയാലും ശരി, എൻ്റെ റോൾ ഇതാണ്, അപ്പോൾ എൻ്റെ കടമയെ ഞാൻ ചെയ്യണം, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് വിചാരിക്കുന്ന അളവിന് ആ ഈഗോ, ഈ ഐ കോൺഷ്യസ്, ഓക്കെ. അത് കടന്നു പോയാൽ അത് തന്നെ അങ്ങേ അറ്റമായിട്ട് മാക്സിമം ലെവലിൽ പോകുമ്പം അത് നല്ലതിനല്ല. ഓക്കെ. ഇത് തന്നെയാണ് ഇന്നലെയും നമ്മൾ നോക്കിയത്. അതുമാത്രമല്ല, ഈ നമ്മുടെ ഒരു പുതിയ വാക്കാണ് എൻ്റെ ഗുരു പറഞ്ഞു തന്നിരിക്കുന്നത്, സൂം ഇൻ ആൻഡ് സൂം ഔട്ട് മോഡ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഈ സൂം ഇൻ ആൻഡ് സൂം ഔട്ട് മോഡ്, ഈ സൈലൻറ്റ് മോഡ്, ബ്രൈറ്റ് മോഡ്, എയർപ്ലെയിൻ മോഡ് എന്നൊക്കെ പറയുന്ന പോലെ സൂം ഇൻ ആൻഡ് സൂം ഔട്ട് മോഡ്. അങ്ങനെയെന്ന് വെച്ചാൽ ഈ സൂം ഇൻ ചെയ്യുമ്പം നമുക്ക് ഇപ്പം ഞാൻ ഒരു ഫോട്ടോ എടുക്കുന്നു, അതിനെ സൂം ഇൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്നെ മാത്രം സൂം ഇൻ ചെയ്യുക, അതാണ് സൂം ഇൻ മോഡ്. സൂം ഔട്ട് മോഡ് എന്ന് വെച്ചാൽ അതിനെ തന്നെ പിൻ ചെയ്ത് വലുതാക്കി നോക്കുക. അതുമാത്രമല്ല, വലുതാക്കി നമ്മളുടെ ഇതിനെ നോക്കുന്നതല്ല. അതായത് സൂം ഔട്ട് ചെയ്യുമ്പം ചുറ്റിയിലും ഉള്ളതെല്ലാം നമ്മൾ നോക്കണം, നമുക്ക് കാണാൻ പറ്റും. അതായത് വേറെ ഒന്നുമല്ല, നമ്മൾ സെൽഫ് സെൻറ്റേർഡ് ആണോ അതോ മറ്റവരെല്ലാം ഇൻക്ലൂസീവായിട്ട് കണക്കിലെടുക്കുന്നോ? അത് ഇൻക്ലൂസീവ് എന്ന് വെച്ചാൽ അവരെ എല്ലാം കൂടെ നമ്മൾ ഒരു ഡിസിഷൻ, ഒരു വീട്ടിൽ വലിയ ഒരു ഡിസിഷൻ എടുക്കുമ്പം ഒരാളിൻ്റെ ഡിസിഷൻ മാത്രമാണോ അതോ വീട്ടിലുള്ള മറ്റവരുടെ എല്ലാവരുടെയും സൗകര്യം അനുസരിച്ചാണോ നമ്മൾ ഇത് ചെയ്യുന്നേ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. അതേമാതിരി എപ്പോഴേ പറയും, ഈ സ്പിരിച്വാലിറ്റിയിൽ പറയുന്നതാണ്, വി ഷുഡ് സീ എവറിത്തിങ് ഇൻ എ ബിഗർ പിക്ചർ. ഈ ബിഗർ പിക്ചർ എന്ന് വെച്ചാൽ എന്തുവാ? അതായത് ഇപ്പം എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ലോകത്ത് എല്ലാവരും നന്നായിരിക്കുന്നു, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, എല്ലാവരും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാവർക്കും കാശുണ്ട്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? അങ്ങനെ വിചാരിക്കാതെ, അങ്ങനെ നാരോ മൈൻഡഡ് ആയിട്ട് വിചാരിക്കാതെ,
എല്ലാവരെയും ലോകത്തും എല്ലാവർക്കും കഷ്ടമുണ്ട്, എല്ലാവർക്കും മനപ്രയാസമുണ്ട്, എല്ലാവർക്കും അസുഖങ്ങൾ വരുന്നുണ്ട്. ഞാൻ മാത്രമല്ല ഇവിടെ കഷ്ടപ്പെടുന്നത് ഈ ഭൂമിയിൽ വന്ന് ജനിച്ച്. എല്ലാവർക്കും അവരവരുടെ പ്രയാസങ്ങളുണ്ട് എന്ന് നമ്മൾ വൈഡായിട്ട് ചിന്തിക്കണം. ഈ നാരോ മൈൻഡായിട്ട് ചിന്തിക്കുന്നതിനെക്കാട്ടിലും ഈ കുറുകിയ മനസ്സോട് കണ്ണോട്ടത്തോട് കാണുന്നതിനെക്കാട്ടിലും നല്ലത് നല്ല വിരിഞ്ഞ മനസ്സോടെ എല്ലാവരെയും ഒന്ന് ചേർത്ത് ഒത്തുകൊണ്ടുപോകുന്ന ഒരു മനസ്ഥിതിയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം നമ്മുടെ ഹാർട്ട് സ്പേസിൽ നിന്ന് ചിന്തിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുമാത്രമല്ല, ഹാർട്ട് സ്പേസിൽ നിന്ന് ചിന്തിക്കണമെങ്കിൽ നമ്മുടെ അനാഹത ചക്ര നന്നായിട്ട് ആക്റ്റീവായിട്ട് ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കണം. ഓക്കെ, അപ്പം അതുമാത്രമല്ല, എപ്പോഴും ഈ ഹാർട്ട് സ്പേസിനും ഹെഡ് സ്പേസിനും എപ്പോഴും ഒരു ഡൈലമയാണ്. ഡൈലമ എന്ന് വെച്ചാൽ ഒരു ഇത് ഹാർട്ട് സ്പേസ് പറയുന്ന പോലെയല്ല ഹെഡ് സ്പേസ് കേൾക്കുന്നത്, ഹെഡ് സ്പേസ് ഒക്കെ പറയുന്ന പോലെയല്ല ഹാർട്ട് സ്പേസ് കേൾക്കുന്നത്. എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അപ്പം അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നേരെയാക്കി എടുക്കണം. അതുമാത്രമല്ല, വേറൊരു കാര്യം, ഈ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഈ ബന്ധങ്ങളെല്ലാം നമുക്ക് വേണ്ടിയ ബന്ധങ്ങളെല്ലാം പുലർത്തിക്കൊണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അതിന് ഓരോരുത്തരും സ്നേഹം വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ഫീലിങ്സ്, അടുത്തവരുടെ ഫീലിങ്സിനെ മതിക്കാൻ മനസ്സ് വേണം. റെസ്പെക്റ്റ് കൊടുക്കണം. ഹാർട്ട് സ്പേസിൽ നിന്ന് ചിന്തിക്കണം. അതെല്ലാത്തിനും പുറമെ വേറൊരു കാര്യം കൂടെ വേണം. അതായത് നമ്മൾ ഓത്തൻറ്റിക് ആയിട്ടിരിക്കണം. ഈ ഓത്തൻറ്റിക് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഓത്തൻറ്റിക് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതേ സംസാരിക്കാം. അല്ലാതെ എപ്പോൾ നോക്കിയാലും ഒരു മാസ്ക് ഇട്ടുകൊണ്ട്, ഒരു മുഖംമൂടി അണിഞ്ഞുകൊണ്ട്, മറ്റവർക്ക് വേണ്ടി സംസാരിച്ച്, മറ്റവർക്ക് വേണ്ടി ജീവിച്ച് അവനവൻ്റെ ജീവിതത്തിനെ തുലയ്ക്കുന്ന രീതി പാടില്ല. ഓത്തൻറ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചിന്തിക്കുന്നോ അതായിരിക്കും എൻ്റെ വായി വരുന്നത്. ഞാൻ വായി എന്ത് സംസാരിക്കുന്നോ എന്ത് പറയുന്നോ അതായിരിക്കും എൻ്റെ പ്രവൃത്തിയിലും ഉള്ളത്. അതാ മനസാ വാചാ കർമ്മണ നല്ലതേ ചിന്തിക്കാവൂ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ചിന്ത നന്നായിരുന്നാൽ വാക്ക് നന്നായിരിക്കും, വാക്ക് നന്നായിരുന്നാൽ നമ്മുടെ ചെയ്ത്ത് നന്നായിരിക്കും. അപ്പോഴേ ഒരു മനുഷ്യനെ ഓത്തൻറ്റിക് എന്ന് പറയാനൊക്കത്തുള്ളൂ. ഈ മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് വെളിയിലൊന്ന് പറയുക, വെളിയിലൊന്ന് പറയുക, അത് ഓത്തൻറ്റിക്കിന് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ആളുകൾ എന്തുകൊണ്ട് ഓത്തൻറ്റിക്കായിട്ടില്ല? ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ പൊങ്ങച്ചം പറയുമല്ല, ഇന്നേ വരെ ഇത്രയും പ്രായമായിട്ടും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആളിന് ഏറ്റ പോലെ മാറ്റി പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. കൊച്ചിലേ തൊട്ടേ അങ്ങനെ, കൊച്ചിലേ തൊട്ട് ഇന്ന് വരെ. അതുകൊണ്ട് എത്രയോ പേരെടുത്ത് വഴക്ക് വാങ്ങിച്ച് കെട്ടിയിട്ടുണ്ട്, എത്രയോ പേര് എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, എത്രയോ റിലേഷൻഷിപ്സ് മാറിപ്പോയിട്ടുണ്ട്. എന്നാലും ഇന്ന് വരെ ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ രീതി, എൻ്റെ സ്വഭാവം അതാ. എൻ്റെ സ്വഭാവം അതാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചതേ പറയത്തുള്ളൂ. ഒരുത്തർക്ക് വേണ്ടി ഞാൻ ആർക്ക് വേണ്ടി അഭിനയിച്ചിട്ടില്ല ഇതുവരെ എൻ്റെ ജീവിതത്തിൽ. എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ തോന്നിയിട്ടുമില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്താ വെച്ചാൽ നമ്മുടെ ചിന്ത നല്ലതാണെങ്കിൽ, നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രവൃത്തിയും നന്നായിരിക്കും. അപ്പം ഇതിലെന്തുവാന്ന് വെച്ചാൽ ഞാൻ ഓത്തൻറ്റിക്കാണ്. ഇപ്പോഴാണ് എനിക്കതൊക്കെ മനസ്സിലാവുന്നത്. ഇപ്പോഴാണ് ഇതിൻ്റെ പേരാണ് ഓത്തൻറ്റിക്. ബി ഓത്തൻറ്റിക് എന്ന് എല്ലാവരും പറയുന്നല്ലോ. അതിൻ്റെ അർത്ഥം, ശരിയായിട്ടുള്ള അർത്ഥം ഇപ്പോഴൊക്കെയാണ് എനിക്ക് ഡീപ്പായിട്ട് ഉള്ളിൽ വളരെ ആഴത്തിൽ പോകുമ്പോഴാണ് എനിക്കിതൊക്കെ മനസ്സിലാവുന്നത്. പക്ഷേ എനിക്കിത് മനസ്സിലായത് ഏത് രീതിയെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലുള്ളത് പറയുന്നത് കൊണ്ടാണ് നമുക്ക് ചീത്തപ്പേര് വരുന്നതെന്ന് എനിക്ക് പിടികിട്ടി പണ്ടേന്ന് വെച്ചാൽ നേരത്തെ എനിക്കതൊക്കെ മനസ്സിലാകാൻ തുടങ്ങി. അതിനെന്ന് വിചാരിച്ച് ഞാൻ മറ്റവർക്ക് വേണ്ടി അഭിനയിച്ചിട്ടില്ല ഇന്ന് വരെ. എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ എൻ്റെ ഉള്ളു തുറന്ന് സംസാരിക്കുമ്പം ആരെങ്കിലും എന്നെ ചീത്തയായിട്ട് വിചാരിക്കുവോ, എന്നെ തരം താഴ്ത്തി വിചാരിക്കുവോ,
അല്ലെങ്കിൽ എന്നെ മോശപ്പെട്ട രീതിയിൽ കാണുമോ ഒന്നും ഞാൻ പേടിച്ചിട്ടേയില്ല. അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നിട്ടേ ഇല്ല. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നതായിരിക്കും വെളിയിൽ പറയുന്നത്. എനിക്കിത് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇഷ്ടം, ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല, അത്രേ ഉള്ളൂ. ഒരുത്തർക്ക് വേണ്ടി ഇവർ എന്നെ എന്തോ എങ്ങനെ ഇടയിടും, എങ്ങനെ എന്നെ വിചാരിക്കും, അവരെന്നെ തെറ്റായിട്ട് വിചാരിച്ചാലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാറ്റി പറയട്ടെ. അങ്ങനെ ഇന്നേ വരെ ഞാൻ ആർക്ക് വേണ്ടിയും മാറ്റി പറഞ്ഞിട്ടില്ല. ഒന്ന് പ്രായം കൂടുന്നത് അനുസരിച്ച് കുറച്ചും കൂടെ മൈൽഡായിട്ടുണ്ട് ഞാൻ. പണ്ടൊക്കെ ഐ കോൾ എ സ്പേഡ് എന്ന് പറയും. ഐ കോൾ എ സ്പേഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്പേഡിനെ സ്പേഡായിട്ട്, ഒരു ഇലയെ കണ്ടാൽ ഇലേനെ പറയാൻ ഒക്കത്തുള്ളൂ. അതിനെ മാല എന്ന് പറയാനൊക്കുവോ, അല്ലെങ്കിൽ പൂവെന്ന് പറയാനൊക്കുവോ? പറ്റത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ നല്ലതെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയാൽ നല്ലത് പറയും, ചീത്തയെന്ന് തോന്നിയാൽ ചീത്തയെന്ന് പറയും. അതിനാണ് ഇംഗ്ലീഷിൽ ഐ കോൾ എ സ്പേഡ് എന്ന് പറയുന്നത്. അപ്പം എന്നെ അറിയാണ്ട് തന്നെ ഈ സ്വഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. അത് ഞാൻ ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകാറുണ്ട്. പക്ഷേ ഓത്തൻറ്റിസിറ്റി എല്ലാവർക്കും വേണം. പക്ഷേ 99% ആൾക്കാർക്ക് ഓത്തൻറ്റിസിറ്റി ഇല്ല. അതും ഞാൻ എൻ്റെ ഈ വയസ്സുകാലത്ത് ഞാൻ പഠിച്ചു. ആരും പറയുന്നത് പോലെയല്ല പ്രവർത്തിക്കുന്നത്, അവരുടെ മനസ്സിൽ വിചാരിക്കുന്ന പോലെയല്ല വെളിയിൽ പറയുന്നത്. ചില സിനിമാക്കളിലൊക്കെ വരുമല്ലോ, മോഹൻലാലൊക്കെ അഭിനയിക്കുമ്പോൾ വെളിയിൽ ചിരിക്കും, അകത്ത് വേറെ വിചാരിക്കും. അത് കുറച്ച് വൃത്തികെട്ട വിചാരമായിരിക്കും. അതിനെയും അവർ സിനിമ ആയതുകൊണ്ട് അവരിട്ട് കാണിക്കും. അതിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് അത് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുക. അപ്പം മനസ്സിൽ വേറൊന്ന് വിചാരിച്ചുകൊണ്ട് വെളിയിലൊന്ന് അഭിനയിച്ച് കാണിച്ചുകൊണ്ട് വെളിയിലൊരു സംസാരിക്കുക. ഇത് ഓത്തൻറ്റിക്കായിട്ടുള്ള ഒരു ആളിൻ്റെ ഗുണമല്ല. എല്ലാവരും മുഖത്തൊരു മാസ്ക് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. അപ്പം ഇങ്ങനെ മാസ്ക് ഇട്ടുകൊണ്ട് നടക്കുമ്പം അവരുടെ ഹാർട്ട് സ്പേസ് നേരെ ചൊവ്വേ വർക്കാവുന്നില്ല എന്നാണ് അർത്ഥം. മനസ്സിലായോ? അത് മാത്രമല്ല, ഇപ്പം ആളുകൾ എന്നെ തെറ്റായിട്ട് എന്നെ തെറ്റിദ്ധരിക്കും എന്ന് ഞാൻ എപ്പം ഭയക്കണം? എൻ്റെ പ്രവൃത്തി ശരിയല്ലാതിരിക്കുമ്പോഴാണ് ഭയക്കുന്നത്. നമ്മുടെ പ്രവൃത്തി ശരിയല്ലാതെ ഇരിക്കേണ്ട ആവശ്യം എന്തുവാ? നമുക്ക് ഇത്രയും ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്, ഇത്രയും അറിവ് തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ആലോചിച്ച് ചിന്തിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇപ്പം നമ്മളെ അറിയാണ്ട് തെറ്റ് പറ്റും, അത് വേറെ കാര്യം. അത് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ മണിപ്പൂരക ചക്ര നേരെ ചൊവ്വയിരുന്നാൽ തെറ്റോ പറ്റിയാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനും അതിനെ തിരുത്താൻ റെഡിയാകാനും ഉള്ള സൽമനസ് വേണം, അത് വേറെ കാര്യം. ഇപ്പോൾ ഓത്തൻറ്റിസിറ്റി എന്ന് പറഞ്ഞാലും എല്ലാം റിലേറ്റഡ് ആണ്. വേറെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം കോറിലേറ്റഡ് ആണ്, എല്ലാം ഒന്നിനോടൊന്ന് ടച്ച് ഉള്ളതാണ്. അപ്പം ഞാൻ കണ്ടിടത്തോളം ഞാൻ 100% ഓത്തൻറ്റിക് ആണ്. പക്ഷേ എന്നെ ചുറ്റിയുള്ളവരാരും തന്നെ ഓത്തൻറ്റിക് അല്ല എന്ന് എനിക്കിപ്പം മനസ്സിലായി. അതുമാത്രമല്ല, ഇനിയൊരു കാര്യം, വലിയ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇപ്പോൾ. അതായത് മറ്റവരെല്ലാം എന്നെ തെറ്റിദ്ധരിക്കുന്നത് ഞാൻ തെറ്റ് ചെയ്യുന്ന കൊണ്ടല്ല, അവരുടെ കാഴ്ചപ്പാടെല്ലാം അങ്ങനെ. അത് സ്വന്തം മക്കളാണെങ്കിലും ശരി, രക്തബന്ധം ഉണ്ടെങ്കിലും ശരി, രക്തബന്ധം ഇല്ലാത്ത ബന്ധങ്ങളും ശരി, എല്ലാം കണക്കാണ്. നമ്മളെ അത് ഇപ്പം ഞാൻ മനസ്സിലാക്കി. ഇപ്പം ആൾക്കാരൊക്കെ എന്നെ എന്തെങ്കിലും കുറ്റപ്പെടുത്തിയാൽ, ആൾക്കാരെന്ന് വെച്ചാൽ വെളിയിലുള്ളവരാരുമല്ല, വീട്ടിലുള്ളവരെ തന്നെ. ഞാൻ പറഞ്ഞിട്ടില്ലേ, എപ്പോഴും അവനവൻ്റെ വീട്ടിൽ ചുറ്റിയിലുള്ളവരെയും മതി നമ്മളെ പാഠം പഠിപ്പിച്ച് എൻലൈറ്റ്മെൻ്റ് ആക്കാൻ മതി. അങ്ങനത്തെ ആൾക്കാർ എനിക്കും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇപ്പോഴൊക്കെ ആരെങ്കിലും എന്നെ ഇത് ചെയ്ത് ഞാൻ സംസാരിക്കുന്നത് ശരിയല്ല, അമ്മയുടെ ചിന്ത ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയല്ല, കൃത്രിമ ബുദ്ധിയാണ്, എനിക്ക് കൃത്രിമ ബുദ്ധിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം എനിക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. ഒന്ന്, അവരെന്നെ കൃത്രിമ ബുദ്ധി എന്ന് പറഞ്ഞാൽ എനിക്ക് കൃത്രിമ ബുദ്ധി ഉള്ള കൊണ്ടല്ല, അവരുടെ മനസ്സിൽ കൃത്രിമം ഉണ്ട്.
അതുകൊണ്ടാണ് ഈ മഞ്ഞക്കാമാല ഉള്ളവൻ കാണുന്നതെല്ലാം മഞ്ഞാന്നുള്ള പോലെ, അതുകൊണ്ടാണ് അവർ എന്നെ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് അതാണ് മെനിഞ്ഞാന്നോ ഇന്നലെ കണ്ട ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് ടേക്ക് എനിത്തിങ് പേഴ്സണലി. അവർ നമ്മളെ കുറ്റപ്പെടുത്തിയാൽ നമ്മളുടെ പുറത്ത് കുറ്റം കാണുമായിരിക്കും, ഇല്ല എന്നല്ല. പക്ഷേ ഈ അവരുടെ നിലപാട് അതാണ്. അതുകൊണ്ടാണ് അവർ നമ്മളെ അങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്നെ ഇപ്പം ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ ഞാൻ മിണ്ടാതിരിക്കും. ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഓക്കെ, നീ അങ്ങനെ എന്നെ പറയുന്നോ, ഞാൻ മാനിപ്പുലേറ്റീവാണ്, ഞാൻ കൃത്രിമമാണ് പറയുന്നത്, ഞാൻ കൃത്രിമമാണ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ മറ്റവർ പറയുമ്പം ഞാനിങ്ങനെ ആലോചിക്കും. മുമ്പൊക്കെ വലിയ മനപ്രയാസമായിരിക്കും. ഇപ്പോൾ ഒരു മനപ്രയാസവും ഇല്ല. എന്താണെന്ന് വെച്ചാൽ നിൻ്റെ കണ്ണോട്ടത്തിൽ നീ അങ്ങനെ ആയതുകൊണ്ടാണ് നീ എന്നെ അങ്ങനെ പറയുന്നത്. അതുമാത്രമല്ല, എൻ്റെ നല്ല മനസ്സിനെ മനസ്സിലാക്കാനുള്ള കഴിവ് ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഇല്ല. അതും ഞാൻ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മാത്രം 100% നന്നായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളെ മറ്റവരെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കും അങ്ങനത്തെ മനോഭാവം വേണം. പക്ഷേ 99% അങ്ങനെ ആർക്കും ഇല്ല. അതുകൊണ്ടാണ് ഈ കോൺഫ്ലിക്റ്റ്, ഈ മനപ്രയാസവും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നതും ഒരുത്തരുടെ പുറത്ത് ഇനിയൊരുത്തർക്ക് വിശ്വാസമില്ലാതെ പോകുന്നതും എല്ലാത്തിനെയും നെഗറ്റീവ് കണ്ണോട്ടത്തോടെ കാണുന്നതും അതിനെ വെച്ച് ജഡ്ജ് ചെയ്യുന്നതും. ഒരാൾ മറ്റൊരാളിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ജഡ്ജ് ചെയ്യുമ്പോൾ എങ്ങനെ ജഡ്ജ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇവൻ അങ്ങനാണ്, അങ്ങനെ എഴുതി തള്ളുക. സാധാരണ മലയാളത്തിൽ പറയുവാണെങ്കിൽ എഴുതി തള്ളുക, ഇവൻ ഇങ്ങനാണ് എന്ന് ഒരു പേര്, ഒരു ലേബിൾ അടിച്ച് അവൻ്റെ നെറ്റി കുത്തുക, അടിച്ച് അമർത്തുക, സ്റ്റാമ്പ് അടിക്കുന്ന പോലെ. ഇവൻ ഒന്നിനും കഴിവില്ല, അല്ലെങ്കിൽ ഇവൻ കള്ളമാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇവൻ അങ്ങനാണ്, ഇവൻ ഇങ്ങനാണ് എന്ന്. അപ്പം അങ്ങനെ പറയാൻ കാരണം ഈ പറയുന്നവർക്ക് ആ സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അപ്പം ഇപ്പോഴൊക്കെ എന്നെ ആരെന്ത് കുറ്റപ്പെടുത്തിയാലും ഞാൻ ഡിസ്റ്റർബ് ആവത്തില്ല, പെർട്ടർബ്ഡ് ആവത്തില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ഞാൻ ഓത്തൻറ്റിക്കാണ്. കൊച്ചിലേ തൊട്ടേ ഞാൻ ഓത്തൻറ്റിക്കായിട്ടാണ് ഇരുന്നുകൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷേ മറ്റവരെല്ലാം ഓത്തൻറ്റിക് അല്ലാത്ത കൊണ്ട്, മറ്റവർക്കെല്ലാം വലിയ വലിയ കളർഫുൾ മാസ്ക് ഉള്ളതുകൊണ്ടാണ് എൻ്റെ നല്ല സ്വഭാവത്തിനെ എൻ്റെ ഗുഡ്നെസ്സിനെ അവർക്ക് മനസ്സിലാകാത്തത്. ഓക്കെ, മനസ്സിലായാൽ സന്തോഷം, മനസ്സിലായില്ലെങ്കിൽ വെച്ചോ, അത്രേ ഉള്ളൂ. അതേപോലെ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ, ആർഗ്യുമെൻറ്റ്സ് വേണം. ആർഗ്യുമെൻറ്റ്സ് വേണ്ട. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിനെ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ ആർഗ്യൂ ചെയ്ത് മറ്റവരെയൊക്കെ മാറ്റണം, തിരുത്തണം എന്നൊക്കെ വിചാരിച്ചു. ഒരു വകയും നടന്നിട്ടില്ല. ഇനി അത് നടക്കാൻ പോകുന്നുമില്ല. അതുകൊണ്ട് വൈ വേസ്റ്റ് യുവർ എനർജി? ആർഗ്യൂ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതെല്ലാം മുക്കാലും എൻ്റെ ജീവിതത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. അല്ലാത്തത് കുറച്ചൊക്കെ മറ്റവരുടെ ജീവിതത്തിനെ കണ്ട് ഞാൻ പഠിച്ചു മനസ്സിലാക്കി. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഓത്തൻറ്റിക്കായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പം വെറുതെ വല്ലവരും പറഞ്ഞത് കേട്ടോണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ബുക്കിൽ വായിച്ചുകൊണ്ട് മാത്രമല്ല. അതൊക്കെ വളരെ ചുരുക്കമാണ്. എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ അനുഭവിച്ചതും കണ്ടതും കേട്ടതും ഒക്കെ വെച്ചാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ഈ റിലേഷൻഷിപ്പ്, അനാഹത ചക്ര നേരെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നേരെ ആവത്തില്ല. അതുകൊണ്ടാണ് ഈ ഡൈവേഴ്സിനും മാറി നിൽക്കുന്നതും. ഇപ്പോൾ ഈ ഡൈവേഴ്സ് എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈസി ആയിട്ട് പറയുന്നു. അതുകൊണ്ടൊക്കെ മാനസികമായിട്ട് എത്ര പ്രയാസങ്ങൾ വരുന്നു. അതുമാത്രമല്ല, ഒരു ഭാര്യയും ഭർത്താവും പിരിഞ്ഞു പോന്നു, അവരൊക്കെ അവരവരുടെ വഴി നോക്കി പോന്നു. അവൾക്ക് വേറെ ഒരു ബന്ധം കിട്ടും, അവനും വേറെ ഒരു ബന്ധം കിട്ടും. വാട്ട് അബൌട്ട് ദ ചിൽഡ്രൻ? കുഞ്ഞുങ്ങൾ എന്തു ചെയ്തു? കുഞ്ഞുങ്ങളുടെ ഗതി എന്തുവാ? കുഞ്ഞുങ്ങളുടെ ഭാവി എന്തുവാ? അപ്പം എന്തൊക്കെ ആയാലും ഇതൊക്കെയാണ് ഗ്രീഫ് എന്ന് പറയുന്നത്. ഗ്രീഫ് എന്ന് വെച്ചാൽ താങ്ങാൻ വയ്യാത്ത ദുഃഖം. ഇപ്പം ഒരു ഡൈവേഴ്സ് എന്ന് പറയുമ്പോൾ വിമോചനത്തിന് വേണ്ടി നമ്മൾ പോന്നു.
വിമോചനം കിട്ടിയെന്ന് വെച്ചോണം. വിമോചനം കിട്ടിയാലും ഡൈവേഴ്സ് ഗ്രാൻഡഡ് ആണെങ്കിലും അത് എന്തായിരുന്നാലും അത് ഉള്ളിൻ്റെ ഉള്ളിൽ അടിയാഴത്തിൽ അടിമനസ്സിൽ അതൊരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. എന്നുവെച്ചാൽ ഓരോ വ്യക്തിയും ഇപ്പം കല്യാണം കഴിച്ചാലും ശരി, അല്ലെങ്കിൽ വേറൊരു കല്യാണം കഴിക്കുമ്പം എത്രയോ ആഗ്രഹങ്ങളോടാണ് കല്യാണം കഴിക്കുന്നത്. ഒടുക്കാതെ നിരാശയായിപ്പോയി, ആശയെല്ലാം നിരാശയായിപ്പോയി എന്ന് പറയുമ്പം അത് ഉള്ളിൽ അടിമനസ്സിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കും, ഇല്ലയോ? അപ്പം അതെല്ലാം ഇല്ലാതെ നമ്മൾ അനാഹത ചക്രനെ ആക്ടിവേറ്റ് ചെയ്ത് ബാലൻസ്ഡായിട്ട് വെച്ച് നമ്മളാലായവരെ മറ്റവരുടെ കൂടെ ഇടപഴകുമ്പം വളരെ ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് ഹാർട്ട് സ്പേസിൽ നിന്ന് ഡിസിഷൻ എടുത്ത് യാതൊരു കാരണം കൊണ്ടും, അതായത് ഓരോ വ്യക്തിയും എന്ത് വിചാരിക്കണമെന്നോ, ഞാൻ കാരണം ഈ ബന്ധം പൊളിയരുത് എന്ന് വിചാരിച്ചാൽ മതി. ഒടുക്കം വരെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവരുടെ മനസ്സിലൊക്കെ കാണും. കാലം പൂരം ഇങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടിമയായിട്ടിരിക്കണോ, അല്ലെങ്കിൽ ഇപ്പം അതുമാത്രമല്ല വേറൊരു കാര്യം, ഈ മുമ്പൊക്കെ ഈ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് മദർ ഇൻ ലോ ആൻഡ് ഡോട്ടർ ഇൻ ലോ, അമ്മായി അമ്മയ്ക്കും മരുമകൾക്കും ഉള്ള വഴക്ക്. അത് കാലം കാലമായിട്ട് പറഞ്ഞുകൊണ്ട് വരുന്നതാണ്. പക്ഷേ ഇപ്പം അതുകൂടെ അതല്ല, അതിനേക്കാട്ടിലും രൂക്ഷമായിട്ടുള്ള വഴക്കാണ് അമ്മയ്ക്കും മോക്കും അച്ഛനും മോനും. അപ്പം ഇതൊക്കെയാണോ കലിയുഗമെന്ന് ഞാൻ ചിന്തിച്ചു പോന്നു. അമ്മായിയമ്മയ്ക്കും മരുമോക്കും ചേരുന്നില്ല എന്നുള്ളതിന് പല പല കാരണങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം അവർ പറയുന്നത് അവരുടെ ലെവലിന് കറക്റ്റ്, നമ്മൾ പറയുന്നത് നമ്മളുടെ ലെവലിന് കറക്റ്റ് എന്ന് പറഞ്ഞ് അവരവരുടെ സേഫ് സോണിൽ നിന്ന് കളിച്ചാൽ ഈ വലിയ വലിയ വഴക്കുകളൊന്നും വരാതിരിക്കും. അതുമാത്രമല്ല ഓരോ കുടുംബത്തിൽ ഓരോ വ്യക്തിയും അതാണ് ഞാൻ ഈ നടുക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള കുറേ കാര്യം ഒരു 8 വീഡിയോസ് വന്ന് എൻ്റെ ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞതാണ്. അതൊക്കെ വിട്ടേക്കണം. അതല്ല, അതൊരു ഗുരുവന്ദനം എന്നുള്ള രീതിക്കാണ് ഞാൻ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നു, അവരുടെ കാണിക്കയായിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കും അങ്ങനത്തെ ഗുരുക്കന്മാർ കിട്ടിയാൽ നല്ലത്, അല്ലെങ്കിൽ എൻ്റെ ഗുരുക്കന്മാർക്ക് തന്നെ നിങ്ങളും പോയി പഠിക്കാം. അങ്ങനെയുള്ള ഒരു ഐഡിയയിൽ നിങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതിന് പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് ഗോൾഡൻ റൂൾസ്, ടിപ്സ്, ഫർഗിവ് ആൻഡ് ഫർഗെറ്റ്, 50% അറ്റാച്ച്മെൻറ്റ്, 50% ഡിറ്റാച്ച്മെൻറ്റ്, ഇതുമാതിരി ഒരുപാട് ടിപ്സ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയിലുള്ളതെല്ലാം നിങ്ങൾ കേട്ട് ഓരോ ദിവസവും അതിനെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്നാൽ അതേ മതി, നമുക്ക് മനസ്സമാധാനം കിട്ടും. നമുക്ക് എൻലൈറ്റ്മെൻ്റ് ആയോ, ലിബറേഷൻ കിട്ടിയോ, മുക്തി കിട്ടിയോ. ഈ മുക്തി എന്ന് പറയുന്നത് എന്തുവാ? ഈ ബന്ധങ്ങളിലെല്ലാം കിടന്ന് പെരളുമ്പം അതിൻ്റെയും ഇടയിൽ നമുക്ക് സ്വയം ഒരു മനസ്സമാധാനം, ഒരു സന്തോഷം, ആത്മാവിനും ദൈവത്തിനോടും ഒരു കണക്ഷൻ നമുക്ക് ഉണ്ടാക്കിയാൽ അതായിരിക്കും ഏറ്റവും വലിയ മുക്തി. ഈ ലൗകിക ജീവിതത്തിൽ അതാണ് ഇപ്പം എല്ലാവർക്കും വേണ്ടിയത്. അപ്പം അത് നമുക്ക് കിട്ടിയാൽ നമുക്ക് മുക്തി കിട്ടിയെന്നാണ് അർത്ഥം. അതായത് ഓരോ വ്യക്തിക്കും ഏറ്റ പോലെ നമ്മളെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. മറ്റവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ നോക്കരുത്, മറ്റവരെ മാറ്റാൻ നോക്കരുത്. ആരും മാറത്തില്ല. ഇതും ഞാൻ പഠിച്ച പാഠമാണ്. ആരും നമുക്ക് വേണ്ടി മാറത്തില്ല. എന്തെങ്കിലും മാറ്റം നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറിയേ പറ്റൂ. നമ്മൾ സാഹചര്യത്തിൽ നിന്ന് മാറുന്നോ, അല്ലെങ്കിൽ നമ്മുടെ ഗുണങ്ങളെ മാറ്റുന്നോ, നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റുന്നോ, അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷനെ മാറ്റുന്നോ, അതൊക്കെ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. ആർക്കും ഒരാളിൻ്റെ കുടുംബത്തിൽ കയറി നീ ഇത് അപ്പം നന്നാവും, അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യാം, ഒരളവിനെ അഡ്വൈസ് ചെയ്യാം. ഫൈനൽ ഡിസിഷൻ അവനോൻ എടുക്കണം. അപ്പോൾ അവനോൻ എടുക്കുന്ന ഡിസിഷൻ നന്നായിരിക്കട്ടെ. ദൈവം കാത്തുരക്ഷിക്കട്ടെ. നന്ദി, നമസ്കാരം.